അപ്പോൾ അടുത്ത പരിപാടി ഇതാവും. കാരണം അവൻ്റെ ചിത്തത്തിൻ്റെ ആ വൃത്തിക്ക് അനുഗുണമായി അവൻ പോകും. അല്ല വക്കീലെ, ഇവനെ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ അത് പറ, ഇനി ചെവി അറിയാതെ അങ്ങ് തീർത്താൽ. അപ്പോഴും ആ ചിത്തത്തിൽ നിന്ന് ആ വസ്തു പോകുന്നില്ല. ഇതാണ് ഇതാ പഠിക്കേണ്ടത്. ഇത് തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന ലോകം. ഇതിന് വെളിയിൽ നിൽക്കാൻ ഇത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ പറ്റുമെന്നുള്ളതാണ്. കാരണം ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചിത്തത്തെ കാണാനാവും. നമ്മുടെ ചിത്തത്തിൽ എന്തെല്ലാം ഉണ്ട്. അതാണ് ശരിയായ യോഗശാസ്ത്ര പഠനം. അങ്ങനെ പഠിക്കണമെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പഠിച്ചാൽ ഒരുപാട് നഷ്ടമുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടമുണ്ട്. നിങ്ങൾ മൂല്യം എന്ന് കരുതുന്നതെല്ലാം മൂല്യമില്ലാത്തതായി. നിങ്ങളിന്ന് മൂല്യമായി വിചാരിക്കുന്ന നിങ്ങളുടെ ജാതീയവും മതപരവും വർഗപരവും വർണ്ണപരവും ഒക്കെയായി നിങ്ങളുടെ ചിത്തം ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം ഒറ്റപ്പെട്ട പോലെ ആവില്ല, എല്ലാം ഉൾക്കൊള്ളുന്ന പോലെ ആവും. പക്ഷേ നിങ്ങൾ മൂല്യമായി കരുതുന്നതെല്ലാം മൂല്യമില്ലാത്തതായി മാറും. അത് സഹിക്കാനുള്ള കഴിവുണ്ടെങ്കിലേ ആ രീതി പഠിക്കണ്ടൂ. ഇല്ലെങ്കിൽ യോഗസൂത്രം മാത്രം പറഞ്ഞുതരാം, അതിൻ്റെ അർത്ഥവും മലയാളത്തിൽ പറഞ്ഞുതരാം, എന്നിട്ട് കാണാ പിടിച്ചൊരു പരീക്ഷ എഴുതി യോഗശാസ്ത്രമൊക്കെ അറിയാമെന്ന് പറഞ്ഞ് അതും ഒരു ചിത്തവൃത്തിയായി കൊണ്ടുവരണം. അത് മതിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. പോരാന്ന് നിങ്ങൾ എന്നോട് പറയും. അവസാനം ഇതിൻ്റെ നഷ്ടം വരുമ്പോൾ എന്നെ കുറ്റം പറയരുത്. ഏത് ചിത്തം കൈവിടുകയില്ല. ചിത്തം കൈവിട്ടാൽ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ചിത്തത്തിൻ്റെ ഒരു വിഭൂതി അവിടെ നിൽക്കുകയും ഇത് കൈവിട്ട പോലെ ആവുകയും ചെയ്യും. കാരണം അതായത് ആദ്യം ഇത് തിരിച്ച് കാണുമ്പോൾ ചെയ്യാനും പറ്റുകയില്ല. മറ്റൊരുത്തന് തല്ലുമ്പോൾ തല്ലാം, നിങ്ങൾക്ക് തല്ലണമെന്ന് തോന്നും, തല്ലാൻ പറ്റില്ല. അത്രയൊരവസ്ഥയുണ്ട് കുറേ നാളത്തെ. മനസ്സിലായില്ലേ? അജ്ഞനായിരുന്നാൽ കുഴപ്പമില്ല. അതല്ലേ പലയിടത്തും വലിയ കുഴപ്പം വരുന്നത്. ഇതൊക്കെ ഈ പുസ്തകത്തിൽ നിന്ന് പഠിച്ച ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർ ചൂടാകുന്ന സമയത്ത് മറ്റവൻ ചോദിക്കുന്ന എന്താ വെച്ചാൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ പ്രയോജനം? പഠിച്ചില്ല എന്നുള്ളതാണ് വസ്തു. ഭാര്യ പഠിക്കാത്തവൾ, ഭർത്താവ് എല്ലാം പഠിച്ച് എല്ലാ ക്ലാസ്സിലും വന്നേച്ച് ക്ലാസ്സൊക്കെ കേട്ടേച്ച് ചെന്ന് വീട്ടിൽ ചെന്ന് എന്നും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാര്യ ചോദിക്കും ഇതിനൊക്കെ പോയിട്ട് എന്താ കാര്യം? താമയുടെ പുറകെയാണ്. മനസ്സിലായില്ലേ? രാവിലെ മുതൽ താമയുടെ പുറകെ. വീട്ടിലുണ്ടാകുന്ന പൈസയൊക്കെ എടുത്തുകൊണ്ട് പോകും, സ്വാമിക്കും ആശ്രമത്തിനും കൊടുക്കാം. ഇതൊക്കെ കൊടുത്തിട്ട് ഈ മനുഷ്യൻ നന്നായിട്ടില്ല എന്ന് പറഞ്ഞ് ഉള്ള ഭാര്യമാർ. ഭാര്യ ഇതൊക്കെ പഠിച്ചാൽ ചിലപ്പോൾ മുതൽ 5 വയസ്സ് മുതലേ ആത്മീയ മാത്രമായിട്ടുള്ള ഭാര്യയാണ്. ഭർത്താവിന് ആത്മീയമൊന്നുമില്ല. പക്ഷെ ആരുമായി യോജിക്കുകയില്ല, ഒരു ചിത്തവൃത്തിയോടും യോജിക്കുകയില്ല. തൊട്ടതിനെല്ലാം വഴക്കുണ്ടാകും. അവസാനം ഒരു ചോദ്യമുണ്ട്, ഏതോ ഒരു സിനിമയെ ചോദിക്കുന്ന പോലെ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയി? അങ്ങനെയുള്ള ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, ഇതെല്ലാം ഉണ്ട്. നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവുകയല്ല അല്ലേ? അപ്പോ ഈ ടൈപ്പൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ കാരണം അതാണ്. പക്ഷേ ഇത് ശരിയായി ഒരു പ്രാവശ്യം കേൾക്കുന്ന ആളിന് ചെയ്യാൻ നേരത്തൊരു വിലക്ക് വരും, ഒരുതരം ലജ്ജ. ഞാനിത് ചെയ്തുകൂടാ, ചെയ്യേണ്ടതുമാണ്. ആ സംഘർഷ സമയത്താണ് കുഴപ്പമുണ്ടാകുന്നത്. അതില്ലാവുന്ന പ്രശ്നമില്ല. കാരണം ഇതൊരു ഈ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് കിടക്കുമ്പോൾ ഒരു ജർക്കിങ് പോലെ. ആ ജർക്കിങ് കറക്റ്റായി അപ്പുറത്ത് വീണാൽ കുഴപ്പമില്ല. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്.
ഈ ഇപ്പം വിചാരിച്ചിരിക്കുന്ന മൂല്യങ്ങളിൽ നിന്ന് മോചനം നേടിയാൽ സ്വതന്ത്രനായി. പക്ഷെ അത് നേടാൻ പോകുന്ന ആ വക്കിൽ നിൽക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ്. ഇതുവരെ വലിയതായി കരുതിയിരുന്ന സാധനങ്ങളല്ലേ ഇതെല്ലാം. ശീലം കാരണം അവ കൈവിട്ടു പോകാനായിട്ട് വലിയ പാടാണ്. ശീലമാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് യോഗശാസ്ത്രം അതിന് ശരിയായ ഒരു അധികരണമുണ്ട്. യോഗ വിഷയകമായ ശാസ്ത്രം അധികൃതമാകുന്നു. ശാസ്ത്രീയ വിഷയത്തിൻ്റെ രൂപത്തിൽ യോഗം തന്നെയാണ് അധികൃതം. പതഞ്ജലിയുടെ പ്രവചന രൂപം ക്രിയ, ആ ചെയ്യേണ്ട രീതികൾ യോഗമാണ്. കരണസ്വരൂപം ശാസ്ത്രത്തിൻ്റെ ആരംഭം, ആ വഴി ആപേക്ഷിതമാണ്. എന്നാൽ പരമാർത്ഥത്തിൽ പതഞ്ജലിയുടെ പ്രവചനത്തിൻ്റെ അപേക്ഷയിൽ യോഗ വിഷയക ശാസ്ത്രത്തിൻ്റെ അധികൃതത നമ്മൾ അറിയണം. അതറിഞ്ഞാൽ മാത്രമേ ഇത് പ്രയോജനപ്പെടുകയുള്ളൂ. ഈ അധശബ്ദം മംഗളവാചിയുമാണ്. ആദ്യം ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന മംഗളവാചകം എന്ന നിലയിലാണ്. പഴയ ഒരു രീതി ശുഭ സൂചകമായി മംഗളവാചകത്തോടെ വേണം ശാസ്ത്രം ആരംഭിക്കാനെന്നാണ്. അകാരം, അധശബ്ദം ഒക്കെ മംഗളവാചികളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഈശ്വരനാമത്തിൽ തുടങ്ങണം. പഴയ ആളുകളെല്ലാം അങ്ങനെയാണ് എന്തും തുടങ്ങുന്നത്, മനസ്സ് ശാന്തമാകാൻ വേണ്ടി. ഇപ്പോഴാണ് അതൊന്നും ഇല്ലാത്തത്, എല്ലാം നേരിട്ടങ്ങ് തുടങ്ങുന്നത്. പഴയ ആളുകൾ എന്ത് തുടങ്ങുമ്പോഴും സമഷ്ടിയെ പ്രതിനിധീകരിച്ച് മംഗള ശബ്ദങ്ങളോടുകൂടിയാണ് എന്തും തുടങ്ങുന്നത്. അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നതിനും നല്ല പരിസമാപ്തിക്കും വേണ്ടി അങ്ങനെ ചെയ്യണമെന്നാണ് പ്രാചീന മതം. അതുകൊണ്ട് അങ്ങനെ ശീലമായി അങ്ങനെ ചെയ്തു പോരുന്നു. ചിലർക്ക് അതിലൊന്നും വിശ്വാസമില്ലെന്ന് പറയും, പക്ഷെ രഹസ്യമായി അങ്ങനെയൊക്കെ ചെയ്യും. ചിലർ അതിലൊക്കെ വിശ്വാസമുണ്ടെന്ന് പറയും, പക്ഷേ ചെയ്യാൻ നേരത്ത് അതിൻ്റെ സാമ്പത്തികം നോക്കും. അങ്ങനെ അത് മംഗളവാചി അല്ലാതാണ്. ചിലർ അതിനുള്ള സമയം തിരഞ്ഞെടുക്കും, അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വയ്ക്കും. പക്ഷെ സമയമാകുമ്പോൾ അതൊക്കെ വിട്ടുപോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതെല്ലാം ഒരുക്കി വെച്ചതൊക്കെ ജനം അറിയുന്നതുകൊണ്ട് അവരാ സമയം വിട്ടുപോയി കഴിയുമ്പോൾ ചെയ്ത് ദോഷം വന്നാൽ അതിൻ്റെ ദോഷവും ഇതിനായിട്ട് കൽപ്പിക്കും. മുഹൂർത്തമൊക്കെ കുറിക്കും, പക്ഷെ അതിലെ മോശമായ സമയത്ത് ചെയ്യും. മുഹൂർത്തം കുറിക്കാത്തയാൾ അതിലെ ശുഭമുഹൂർത്തത്തിൽ ചെയ്യും. കുറിക്കാത്തയാൾ ശുഭമുഹൂർത്തത്തിൽ ചെയ്താൽ കുറിച്ചില്ല എന്നുള്ളത് കൊണ്ട് വിശ്വാസമില്ലാത്തതാണ് നല്ലതെന്ന് കുറേ പേര് കാണും. കുറിച്ചയാൾ അശുഭമായ സമയത്ത് ചെയ്താലും കുറിച്ചതൊക്കെ ഉള്ളതുകൊണ്ട് ആ ആള് ചെയ്തത് എല്ലാം കുറിച്ചാണ്, അതുകൊണ്ട് കുറിക്കേണ്ടതില്ല എന്ന് ചിലരെത്തിച്ചു. ഇങ്ങനെയൊക്കെ ഇതിന് കുഴപ്പങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. ഇതൊക്കെയാണ് എന്നിട്ട് ചർച്ച ചെയ്യുന്നത്. മറ്റവൻ സമയമൊന്നും നോക്കിയില്ല, പക്ഷെ അവൻ സമയം നോക്കിയില്ലെങ്കിലും കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റി. ഇവൻ സമയമൊക്കെ നോക്കി കുളവാക്കി. കാരണം വെച്ചാൽ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബഹളം നടക്കും, അത് മാറിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതെല്ലാം അതിൽ വരുന്നതാണ്. അധശബ്ദം മംഗളവാചിയുമാണ്. അധികാരാർത്ഥസ്യ ച അധശബ്ദസ്യ അന്യാർത്ഥം നീയമാനോ ഉദകകുംഭ ദർശനമിവ ശ്രവണം മംഗളായാപി കൽപ്പിത ഇതി മന്തവ്യം. ഉദകകുംഭം, കുടം, വെള്ളം നിറച്ച കുടം കാണുന്നത് പോലെ യാത്രാ ആരംഭത്തിൽ ശകുനം, നിറകുടം ശകുനം കണ്ടിറങ്ങുക. പഴയ ആളുകൾ അതിനുവേണ്ടി ചിലർ നിറകുടം പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ട് അതുകൊണ്ടൊരു പ്രയോജനമില്ല. യാത്രാരംഭത്തിൽ ശകുനം കാണുന്നത്
ശകുനത്തിനല്ല, മറ്റാവശ്യത്തിന് വന്നതാണ്. പക്ഷേ കണ്ടത് യാദൃച്ഛികമായി അതാണ് ശകുനം. അങ്ങനെ വന്നാൽ ശുഭമാകുന്നത് പോലെ അധശബ്ദവും ആ ആവശ്യത്തിനല്ലെങ്കിൽ കൂടി മംഗളവാചിയാണ് എന്നാണ് വാചസ്പതി മിശ്രൻ പറയുന്നത്. അധികാരാർത്ഥകമായ അധശബ്ദം ശ്രവണമാത്രം കൊണ്ട് മംഗളകരമായി തീരുന്നു. അപ്പം മംഗളവാചിയുമാണ് അധശബ്ദം. ഇനി യോഗശബ്ദം. ശബ്ദസന്ദേഹ നിമിത്തം അർത്ഥസന്ദേഹം അപനയതി യോഗ സമാധിരിതി യുജ് സമാധൗ ഇത്യസ്മാത് വ്യുൽപ്പന്നഃ സമാധ്യർത്ഥോ നതു യുജിർ യോഗേ ഇത്യസ്മാത് സംയോഗാർത്ഥ ഇത്യർത്ഥഃ. സംസ്കൃത ഭാഷയുടെ ഏറ്റവും വലിയ മെച്ചം അതിൻ്റെ വ്യാകരണ പ്രതിബദ്ധതയാണ്. അത് ഗണിതയുക്തികളിലാണ്. ഒരിക്കൽ പഠിച്ചാൽ ഒരിക്കലും മാറില്ല. മറ്റേത് ഭാഷയ്ക്കും അങ്ങനൊരു പദ്ധതിയുണ്ടെന്ന് പറഞ്ഞുകൂടാ. ലറ്റിന് കുറച്ചൊക്കെ ഉണ്ട്. അതിൻ്റെ റൂട്ടിൻ്റെ ഏറ്റവും വലിയ മെച്ചമാണ്. അത് ശരിയായ രീതിയിൽ പഠിച്ചാൽ, ധാതുപാഠം ശരിയായി അറിഞ്ഞാൽ, വ്യാകരണ പ്രതിബദ്ധമായ ഭാഷ തലയിലുറച്ചു കഴിഞ്ഞാൽ ബുദ്ധി വളരെ സുതാര്യമായി തീരും. കുട്ടിക്കാലത്ത് സംസ്കൃതം പഠിച്ചാലുള്ള മെച്ചം അതാണ്. പഴയ ആളുകളുടെ ശാന്തിയുടെ കാരണവും അതാണ്. ശാന്തി ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരു ഭാഷ എന്ന നിലയിൽ എത്രയും വേഗം സംസ്കൃതം പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല. ലോകത്തിലെ ഏറ്റക്കുറച്ചിലുകളൊന്നും ഒരളവ് വരെ ഒന്നും അറിയാതെ പണിയെടുത്ത് നടക്കുന്നവർക്കും എല്ലാം അറിഞ്ഞ് സംസ്കൃത ഭാഷാഭിജ്ഞന്മാരായി ഉയർന്നു നിന്നവർക്കും രോഗമുണ്ടാകാതിരുന്നത് അതുകൊണ്ടാണ്. ഇപ്പം ഈ രണ്ട് കൂട്ടരുമില്ല, അതിൻ്റെ ഇടയിലുള്ളവരേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് യോഗശബ്ദത്തെ എടുക്കുമ്പോഴും യോഗശബ്ദത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ഭാഷ്യകാരൻ വ്യാസമഹാപ്രഭു അർത്ഥവിഷയക സന്ദേഹങ്ങളെയെല്ലാം ദൂരീകരിച്ചുകൊണ്ട് ശബ്ദസന്ദേഹ നിമിത്തം അർത്ഥസന്ദേഹം അപനയതി യോഗ സമാധിരിതി കഴിച്ചുകൊണ്ട് യോഗ സമാധിരിതി യുജ് സമാധൗ ധാതു കൊണ്ട് നിഷ്പന്നമായ യോഗശബ്ദം സമാധ്യർത്ഥകം എന്ന് പറയുന്നു. രണ്ടു ധാതുവുണ്ട് യോഗശബ്ദത്തിന്. യുജ് സമാധൗ അത് ഒരു ധാതുവാണ്, ഒരു റൂട്ടാണ്. യുജിർ യോഗേ അത് വേറൊരു റൂട്ടാണ്. ചേർക്കുക എന്നും അർത്ഥമുണ്ട്, സമാധി എന്നും അർത്ഥമുണ്ട്. ചേർക്കുക എന്ന അർത്ഥത്തിലല്ല പാതഞ്ജല യോഗത്തെ ഭാഷ്യകാരനായ വ്യാസൻ വ്യാകരണ നിയമങ്ങൾ ഉപയോഗിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഭാഷ്യകാരൻ്റെ അഭിപ്രായത്തിൽ യുജ് സമാധവും സമാധി എന്ന് മാത്രമാണ് യോഗശബ്ദത്തിനർത്ഥം ഇവിടെ പ്രസ്തുതത്തിൽ. അതുകൊണ്ട് ഭാഷ്യകാരൻ ആദ്യ പാദത്തിന് സമാധിപാദം എന്ന് എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ആപേക്ഷികമായ സമാധി
യമം മുതൽ സമാധി വരെയുണ്ട്. അതുകൊണ്ടാണിത് പഠിക്കാൻ താല്പര്യവും ഉണ്ടാകുന്നത്. യോഗശാസ്ത്രം പഠിക്കാനുള്ള താല്പര്യം അത് പഠിക്കുമ്പോൾ യമം അനുഷ്ഠിക്കുമ്പോൾ തന്നെ സമാധിയുടെ ഒരനുഭവം ചെറുതായി വരും. ആ സമാധി അനുഭവം അല്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പഠിക്കാൻ താല്പര്യം കൂടും. ആ താല്പര്യത്തിലാണ് പിന്നെ ഇത് പഠിക്കുന്നത്. ഏതൊന്നും പ്രയോജനം കൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പം അതിൻ്റെ പ്രയോജനം സമാധിയാണ്. ബുദ്ധി സമമായി നിൽക്കുക. എന്തുകൊണ്ടാണ് ചിത്തം ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ തന്നെ ചിത്തത്തിൻ്റെ ആ പെരുമാറ്റം മാറിപ്പോകുന്നുണ്ട് എന്ന് പിന്നീട് അറിയുമ്പോൾ ആ വഴിക്ക് പോകാൻ താല്പര്യമുണ്ടാവും. എൻ്റെ ചിത്തം ഇന്നലെ വരെ പോയ വഴിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കാര്യങ്ങളെ ഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ടാണ്. അപ്പം ഞാൻ അറിയാതെ എൻ്റെ ചിത്തം മോശമായ വഴിയിൽ പോയിരുന്നപ്പോഴുള്ള കൂട്ടുകെട്ടുകൾ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങി. മോശമായ കാര്യങ്ങളോടുള്ള എൻ്റെ ചിത്തത്തിൻ്റെ ബന്ധം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും എൻ്റെ സമയത്തെ മുഴുവൻ അപഹരിച്ചിട്ടുണ്ടാവും. എൻ്റെ സർഗശക്തിയെ മുഴുവൻ അപഹരിച്ചിട്ടുണ്ടാവും. എൻ്റെ ധനത്തെ മുഴുവൻ അപഹരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത ധനമെല്ലാം ഞാൻ സമ്പാദിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതിനു വേണ്ടി ഞാൻ ഒരുപാട് അസത്യം, ഒരുപാട് ഹിംസ ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് അഭിമാനമുണ്ടാവാൻ കാരണമായത് ആ ബന്ധങ്ങൾ മാത്രമാണ്. ലോകത്തേത് മനുഷ്യനും ഹിംസ ചെയ്യുമ്പോൾ, അസത്യം പറയുമ്പോൾ, കക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഇതൊന്നും അവനു വേണ്ടിയല്ല എന്നുള്ളത് തീർച്ചയാണ്. ഇന്ന് വരെ ഏത് കള്ളൻ കട്ടിട്ടുള്ളതും അവനു വേണ്ടിയല്ല. അങ്ങനെ നിലനിർത്തി അതിന് പറ്റാത്തൊരവസ്ഥയിലെത്തി ഏകാന്തമാകുമ്പോൾ മാത്രമാണ് അവൻ്റെ ചിത്തത്തിന് ബോധ്യമാവുക ചെയ്തതൊക്കെ തെറ്റായിപ്പോയി നല്ല എത്തുന്നത് പ്രയോജനമില്ല എന്നായി. പ്രയോജനമില്ല എന്നാണ് ഒരു ദിവസം. കാരണം ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, വീടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, കൂടെയുള്ള കൂട്ടാളികൾക്ക് വേണ്ടി ഒക്കെ കള്ളം പറഞ്ഞും പിടിച്ചു പറിച്ചും ഒക്കെ ചെയ്തു കഴിഞ്ഞ് ഇവരെല്ലാം കൈവിടുന്ന ഒരു ദിവസം. കാരണം ഇതിൽ കൂടുതൽ കിട്ടുമ്പോൾ അവരവിടെ പോകും. എത്ര സ്നേഹിക്കുന്ന ഭർത്താവായാലും എത്ര സ്നേഹിക്കുന്ന ഭാര്യയായാലും ഈ സ്നേഹം എന്ന് പറയുന്നത് വസ്തുക്കൾ ചേർന്നാണ്. അതിൻ്റെ പിന്നിൽ മറ്റീരിയൽസ് ഉണ്ട്. മേടിച്ചു കൊടുത്ത സാരിയേക്കാൾ കൂടിയ സാരി വേറൊരുത്തം മേടിച്ചു കൊടുത്താൽ അവൻ്റെ കൂടെ പോകും. സംശയമൊന്നുമില്ല. കാരണം സാരിയുടെ പേര് സ്നേഹിച്ചാണെങ്കിൽ അത്രയൊക്കെ മേടിക്കാൻ നേരത്ത് പറയും നിങ്ങളെക്കാൾ വലിയ ആളെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും, നിങ്ങളല്ലേ എല്ലാമെന്നും, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമെന്നും ഒക്കെ ചോദിക്കും.
രാകേഷ് ഇല്ലാത്ത ആരെയോ. രാകേഷ് എങ്ങനെയാണ് അതിൽ വീഴേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു. ബിക്കോസ് it is a circle. Those who are waiting outside wishes to get inside, and those who are inside wishes to get outside. അത് രാകേഷ് മാത്രമല്ല, നിങ്ങളെല്ലാവരും. താനത് കണ്ടത് തന്നെ താനും അങ്ങനെ ആയതുകൊണ്ട്. അല്ല, ഞാൻ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ലോകത്തെ ഏത് തെറ്റൊരുവൻ ചെയ്യുന്നെങ്കിലും അതിന്റെ പിന്നിൽ ആർക്കോ വേണ്ടിയുള്ളൊരു പ്രിയം സാധിക്കണം. യാദൃച്ഛികതയെ അംഗീകരിക്കാൻ പറ്റാതെ വരുന്നതെല്ലാം, ഒരു കുട്ടി വീണാൽ, ഒരു വസ്തു പൊട്ടിപ്പോയാൽ അത് യാദൃച്ഛികമാണ്. സാരമില്ല എന്ന് പെട്ടെന്നൊരാളിൽ നിന്നൊരു ശബ്ദം വരണമെങ്കിൽ അയാളുടെ ചിത്തം ഉയർന്നതില്ല. അതുള്ളവരെ ഇന്ന് കണ്ടുകിട്ടാൻ പ്രയാസം. സ്വന്തം കയ്യിൽ നിന്ന് പോയാൽ പോലും അത് സഹിക്കാൻ പറ്റില്ല. അതിനെ തലയിൽ വെച്ചിട്ട് വേണം വഴക്കുണ്ടാക്കാനെന്നാണ് ആലോചിക്കുക. അന്യര് തന്നോട് ബന്ധപ്പെടുന്ന ഒരു സാധനം അന്യ ഒരാളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ സാരമില്ലെന്ന് അത്ര പറയാൻ വളരെ പ്രയാസമാണ്. ചിത്തം അത്രയും ഉയർന്നു നിൽക്കണം. അപ്പൊ ചിത്തവ്യാപാരങ്ങളിൽ കളവ്, ചതി, വഞ്ചന ഇതെല്ലാം വരുമ്പോൾ ചിത്തത്തിന് ശാന്തി ഉണ്ടാകുന്നില്ല. ചിത്ത ഈ ബന്ധങ്ങളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ കൊള്ളിക്കരുതാഴികകളുടെയും പദ്ധതി ചിത്തത്തിലാണ് കിടക്കുന്നത്. എപ്പോഴാണോ ചിത്തം അതിന് വെളിയിൽ കിടക്കുന്നത് അപ്പോഴീ തിരിച്ചറിവുണ്ടാവും. അപ്പം മനസ്സിലാവും താനീ കാണിച്ചതൊന്നും ആവശ്യമില്ലാത്തതാണ്. മാത്രമല്ല, ഇതിൽ പ്രിയാപ്രിയങ്ങൾ രണ്ടുമുണ്ട്. ഭാര്യയുടെ പ്രിയം അമ്മയോട് അപ്രിയമായി. അമ്മയോട് പ്രിയം കാണിച്ചാൽ ഭാര്യ പിണങ്ങിപ്പോകും. അമ്മയ്ക്ക് രണ്ട് കൊടുക്കാമെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടമാവും. നാട്ടുകാർ കുറ്റം പറയുന്നേ ഉള്ളൂ, തള്ളെ തല്ലിയവൻ. പക്ഷെ നാട്ടുകാരോട് പ്രിയമില്ല, അന്നേരം ഭാര്യയോടാണ് പ്രിയം. അതുകൊണ്ട് രണ്ട് തല്ലും കൊടുത്തിട്ട് വരുമ്പോൾ ഇയാളാണ് ശരിയായ ഭർത്താവ്. അതാണ് നിങ്ങളുടെ ചാനലുകളിലൊക്കെ ചർച്ച. ഇനി അമ്മയുടെ സൈഡിൽ നിൽക്കുന്ന ആളുകൾ എന്താ പറയാ? അടി കൊടുക്കുക മാത്രമല്ല, കുഴിച്ചു മൂടിയിട്ട് വരണ്ട. പണ്ട് ഇവര് ഭാര്യയായിരുന്നു എന്നുള്ളത് പോലും അവർ മറന്നുപോകും. ആ സമയത്ത് ആ ചിത്തവൃത്തിയിലാണെങ്കിൽ അതാണ് വഴക്കിന് കാരണം. ഇങ്ങനെ ഓരോ തരം ചിത്തവൃത്തിയുണ്ട്. ഈ ചിത്തവൃത്തിയെ വേറിട്ട് കാണാൻ കഴിയുമ്പോൾ യമമുണ്ടാവും. അപ്പോൾ ശാന്തി അനുഭവിക്കാൻ തുടങ്ങും. ഒരിക്കൽ ആ ശാന്തി അല്പം അനുഭവിച്ചാൽ, ആ സമാധിയുടെ ചെറിയ അംശം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വളർത്തിക്കൊണ്ടു പോകാനായിട്ട് സ്വയം ശ്രമിക്കും. അതുകൊണ്ടാണ് യമം മുതൽ സമാധി വരെ ആനുപാതിക അംശത്തിൽ സമാധിയുണ്ട്. അതുകൊണ്ട് വ്യാസൻ, ഭാഷ്യകാരനായ വ്യാസൻ, യുജ സമാധൗ എന്ന അർത്ഥമാണ് എടുക്കുന്നത്. ധാതു ഗണപാഠത്തിൽ യോഗശബ്ദത്തിന് രണ്ട് ധാതുക്കൾ ഉപലബ്ധമാണ്. ഒന്ന് യുജിർ യോഗി, രണ്ട് യുജ് സമാധൗ. സംയോഗാർത്ഥവും സമാധ്യർത്ഥകവുമാണ് യുജ് ശബ്ദം.
പാതഞ്ജല യോഗസൂത്രത്തിൽ പ്രയുക്തമായ യോഗശബ്ദം ഇതിലേതർത്ഥത്തിലാണ്? അഥവാ രണ്ടർത്ഥവുമാകുമോ? പരസ്പര ഭിന്ന അർത്ഥങ്ങൾ സംഭവമല്ല. എന്നാലും ചിലരൊക്കെ വ്യാഖ്യാനിച്ച് മറ്റേ അർത്ഥവും ഇവിടെ യോജിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനാൽ യോഗശബ്ദത്തിൻ്റെ അർത്ഥം അറിഞ്ഞ് വിഭജനം അനിവാര്യമാണ്. വ്യാസൻ സംയോഗാർത്ഥമല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. സംയോഗേ യോഗ ഇത്യുക്തോ ജീവാത്മ പരമാത്മനോഹോ എന്ന് യാജ്ഞവൽക്യൻ പറഞ്ഞിട്ടുണ്ട്. സംയോഗേ യോഗ ഇത്യുക്തോ ജീവാത്മ പരമാത്മനോഹോ യാജ്ഞവൽക്യൻ. പരേണ ബ്രഹ്മണ സാർദ്ധമേകത്വം യം നൃപാത്മന സ ഏവ യോഗോ വിഖ്യാതഃ കിം അന്യത് യോഗലക്ഷണം. മഹാഭാരതം സൂചിപ്പിക്കുന്നുണ്ട്. ജലസൈന്ധവയോഹോ സാമ്യം തഥാ ഭവതി യോഗതഃ തദാത്മമനസോരൈക്യം സമാധിരിഹ ഭാഷ്യതേ. സ്കന്ദ പുരാണം പറയുന്നു. ശ്രുതി സ്മൃതികളിൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. സംയോഗേ യോഗ ഇത്യുക്തോ ജീവാത്മ പരമാത്മനോഹോ. ഇത് യാജ്ഞവൽക്യ സ്മൃതി പറയുന്നത്. പരേണ ബ്രഹ്മണ സാർദ്ധമേകത്വം യത് നൃപാത്മനഃ സ ഏവ യോഗോ വിഖ്യാതഃ കിം അന്യത് യോഗലക്ഷണം എന്ന് മഹാഭാരതത്തിൽ പറയുന്നു. ജലസൈന്ധവയോഹോ, ഉപ്പും വെള്ളവും. ഉപ്പ് വെള്ളത്തിൽ ലയിക്കും, അങ്ങനെ ചേർച്ച. അതുപോലുള്ള ചേർച്ചയാണ് യോഗശബ്ദത്തിൻ്റെ അർത്ഥം. പാതഞ്ജല യോഗ സൂത്രത്തിനും അങ്ങനെ പറയാമെന്ന് ചില ആളുകൾക്ക് അഭിപ്രായം. അങ്ങനെ ചേർന്ന് സാമ്യം തഥാ ഭവതി യോഗതഃ തദാത്മമനസോരൈക്യം. ആത്മാവും മനസ്സും തമ്മിൽ അത്തരമൊരൈക്യം, ജലവും ഉപ്പും തമ്മിൽ ചേരുന്ന പോലെ ലയിക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെയെല്ലാം കാണുന്നുണ്ട്. പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ചേർച്ച സംയോഗാർത്ഥമാണ്. അത് യുജിർ യോഗധാതുവിൽ നിഷ്പന്നമാണ്. അപ്പോൾ പാതഞ്ജല യോഗ ശാസ്ത്രത്തിൽ യുജിർ യോഗി ആ അർത്ഥമെടുക്കാം എന്ന് വ്യാഖ്യാനിക്കുന്നവർ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ആ അർത്ഥത്തിലല്ല. കാരണം ഏതിൻ്റെയെങ്കിലും ചേർച്ച പറയല്ല. ഇതൊരു ക്രിയായോഗം എന്ന നിലയിൽ സമാധി എന്ന അനുഭവത്തിലെത്തിക്കുന്നതാണ്. അതുകൊണ്ട് മറ്റു വാദഗതികളെല്ലാം അതിൻ്റെ പ്രവൃത്തി നിശ്ചയായിരിക്കുന്ന താല്പര്യങ്ങളെ നിഹനിക്കുന്നത് കൂടിയാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കുക, പതഞ്ജല യോഗസൂത്രത്തെ പറ്റി പഠിക്കാതെ, വ്യാസഭാഷ്യം വായിക്കാതെ, അതിൻ്റെ അനുഭൂതികളിലൂടെ പോകാതെ, ഒരു ദിവസം സ്വാമിയെ വിളിച്ചു, പ്രഭാഷണം വേണമെന്ന് പറഞ്ഞു. പോകുന്ന സമയം വരെ നോക്കാനൊന്നും നേരം കിട്ടിയില്ല. 2 മണിക്കൂർ പ്രസംഗിക്കാനേ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ആളുകളൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഒരു പ്രഭാഷണം വേണം. യോഗം, യുജിർ യോഗി. പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അത് സ്റ്റേജിൽ കയറി യുജിർ യോഗി. യോഗം എന്താണ് യോഗം? ആദ്യം ഓഡിയൻസിനോട് തന്നെ ചോദിക്കുക, എന്താ യോഗം? അങ്ങനെ തുടങ്ങുമ്പോൾ ആളുകൾക്ക് വലിയ ഇഷ്ടമോ? കാരണം ഒന്നും അറിയാൻ മേലാത്തതുകൊണ്ട് ഉണ്ടായിരുന്നുള്ളതും ചെയ്യും. മാത്രമല്ല മൈക്ക് നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ചോദ്യമൊക്കെ ചോദിച്ചിട്ട് യുജിർ യോഗി. യോഗം എന്ന് പറഞ്ഞാൽ ചർച്ച. എന്തിന്റെ ചർച്ച? ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ചർച്ച. പിന്നെ അതിനെ വെച്ചുകൊണ്ടൊരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ 4 മണിക്കൂറോ സംസാരിക്കാൻ വിഷമമൊന്നും ഉണ്ടാവില്ല. കേട്ട ആളുകൾ ഇതാണ് യോഗം എന്ന് ധരിച്ചു വീട്ടിൽ പോകും.
പിന്നെ അവരും ആളുകളോട് വേണമെങ്കിൽ പറഞ്ഞോളും യോഗശാസ്ത്രം നന്നായി നല്ല പ്രസംഗമായിരുന്നു. അങ്ങനെയാണ് ഇന്ന് മിക്കവാറും പഠനങ്ങളെല്ലാം പോകുന്നത്. പക്ഷെ വ്യാസഭാഷ്യത്തിൽ ഭാഷ്യകാരനായ വ്യാസൻ അതല്ല അർത്ഥമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യുജ സമാധൗ ധാതുവിൽ നിഷ്പന്നമായ യോഗശബ്ദം സമാധ്യർത്ഥകമാണ്, ചേർച്ച അല്ലെങ്കിൽ സംബന്ധം എന്ന അർത്ഥത്തിലല്ല. ജീവാത്മ പരമാത്മ സംയോഗം ഐക്യമുണ്ടാക്കുകയല്ല.